ഹായ് ആൻറ്റി. ഹലോ. ആ, ജോലി കിട്ടി, അമ്മ പറഞ്ഞായിരുന്നു അല്ലേ? ആ ആ. പ്രൈവറ്റിലാണ് ഇവിടെ അടുത്ത്. ഒരു പ്രൈവറ്റ് കമ്പനി ഇല്ലേ, അവിടെയാണ് ജോലി കിട്ടിയിട്ടില്ലേ? ആ, ഗവൺമെൻറ് അല്ല, ഗവൺമെൻറ് ഇല്ല ഇല്ല, ഞാൻ ഗവൺമെൻറ് ജോലിയൊന്നും ഇപ്പം നോക്കുന്നില്ല. പ്രൈവറ്റ് ആകുമ്പോൾ നമുക്ക് സാലറിയും അധികം തുടക്കത്തിൽ തന്നെ ഉണ്ടല്ലോ. എനിക്കിപ്പോൾ തുടക്കത്തിൽ ഒരു 50,000 ആണ് തുടക്കത്തിൽ. സോ ഇനിയിപ്പോൾ കൂടിക്കൂടി പോവും. ഒരു വർഷം കഴിഞ്ഞ് ഞാൻ നേരെ 1,50,000 രൂപയിലേക്കുള്ള പ്രമോഷനാണ്. നല്ല പ്രമോഷനാണ്. ആ, ഗവൺമെൻറ് ജോലി കിട്ടാത്തതിൽ വിഷമമൊന്നുമില്ല ചേച്ചി, ഇല്ലതുകൊണ്ട് തൃപ്തിപ്പെടാലോ. ആ, ആൻറ്റിയുടെ മോന് ഗവൺമെൻറ് ജോലിയാണല്ലേ? എങ്ങനെ പോകുന്നു? അല്ല ആൻറ്റി, ഇന്ന് പ്രൈവറ്റ് ജോലി ചെയ്യുന്നൊരു മോശമാണ്. എല്ലാവർക്കും ഗവൺമെൻറ് ജോലി തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ. ഓ, കല്യാണാലോചനയാണല്ലേ? ആ ആ ആ. ഓ, ഗവൺമെൻറ് ജോലിക്കാരി തന്നെ വേണം. അതങ്ങനെയാണല്ലോ. പിന്നെ ഗവൺമെൻറ് ജോലി ചെയ്യുന്നതൊക്കെ ഗവൺമെൻറ് ജോലിക്കാരി തന്നെ ആണല്ലോ. നല്ലതാ. ആ, അതെ അതെ അതെ, എനിക്കെന്തായാലും പ്രൈവറ്റ്. ഞാൻ പ്രൈവറ്റിലാകുമ്പോൾ എന്തൊക്കെ ഓഫേഴ്സാണ് നമുക്ക്. എന്താ പറയുക, നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ എന്താ പറയുക, നമുക്ക് ഇഷ്ടംപോലെ സാലറി കിട്ടും. ഗവൺമെൻറ് ജോലിയാണെങ്കിൽ എന്താ, അവർ നിശ്ചയിച്ചൊരു സാലറി നമുക്ക് കിട്ടും. പക്ഷെ ഇതങ്ങനെയല്ല, നമുക്ക് പ്രൊമോഷൻസ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ആ ജോലി കഴിഞ്ഞ് അടുത്ത ജോലിക്ക് പോവാം. ഇൻ്റർവ്യൂ, നല്ല നല്ല ജോബ് ഓഫേഴ്സ്. ഇതൊക്കെ ഒരു നല്ല ഭംഗിയല്ലേ ചേച്ചി, നല്ല രസമാണ് ഇതൊക്കെ. ആൻറ്റിയുടെ മോൾ എന്ത് ചെയ്യുന്നു? ഓ, PSC പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അല്ല, അവൾക്കും എനിക്കും സെയിം ഏജ് അല്ലേ? ഓ, ഞാൻ 2-3 വർഷമായി ഞാൻ കുറച്ച് ഏണൊക്കെ ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ആണെങ്കിൽ കൂടി. ഇപ്പോഴാണല്ലോ നല്ലൊരു ജോബ് ഓഫർ എനിക്ക് കിട്ടിയത്. ഓ, അവളിപ്പോഴും PSC പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ആ, കിട്ടട്ടെ. ശരി ആൻറ്റി. പിന്നെ ഗവൺമെൻറ് ജോലിയും കൊണ്ട് വന്നേക്കാം. ഞാനിങ്ങനെ ഗവൺമെൻറ് ജോലി നോക്കുമ്പോൾ കിട്ടാൻ ഇതെന്തോന്ന്? പ്രൈവറ്റ് ജോലിക്ക് എന്താ പ്രശ്നം? നിങ്ങൾ പറ, പ്രൈവറ്റ് ജോലിക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ.